ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിനൊക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടെൻഷൻ ആവാറുണ്ടല്ലേ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ സ്റ്റക്കായി, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആയി, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേ തന്നെ വീണ് കയ്യിൽ നിന്ന് താഴെ വീണിട്ട് പൊട്ടി, ഡിസ്പ്ലേയിലൊന്നും വരുന്നില്ല, ടച്ച് വർക്കാവുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഒരുപാട് ടെൻഷനാവും. എത്രയും പെട്ടെന്ന് റെഡി ആക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലല്ലേ. അപ്പോൾ നമ്മളിത് കടയിൽ കൊണ്ടുപോകണം. ഇനി കടയിൽ കൊണ്ടുപോയി പൈസ എത്രയ്ക്കാവും? കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ 2500 പറയും, ചിലർ 3000 പറയും, ചിലർ അങ്ങനെയുള്ള റേറ്റുകളൊക്കെയാണ് അങ്ങനെ പറയാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? നമുക്കിതിനെ പറ്റി അറിയില്ല. അപ്പോൾ നമ്മൾ അത് അവർ പറഞ്ഞ റേറ്റും കൊടുത്ത് നമ്മൾ കൊണ്ടുവരും. പിന്നെ അങ്ങനെ കുറേയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്തുകൊണ്ട് ഈ ഡിസ്പ്ലേ നമുക്ക് സ്വന്തമായിട്ട് മാറിക്കൂടാ? നമ്മളെന്തിനാണ് 2 മടങ്ങോ 3 മടങ്ങോ എല്ലാം നമ്മൾ പൈസ ചിലവാക്കിയിട്ട് നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മളിത് മാറുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ പൊട്ടി. അപ്പോൾ അതിൻ്റെ ടച്ചും കാര്യങ്ങളൊന്നും വർക്കാവുന്നില്ല. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണിത്. നമുക്ക് സ്വന്തമായിട്ടാണ് നമുക്കിത് മാറ്റാൻ പറ്റും. അപ്പോൾ ആ മാറ്റുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ ഇത് വളരെ തുച്ഛമായിട്ടുള്ളൊരു റേറ്റിലാണ് എനിക്ക് കിട്ടിയുള്ളത്. നമ്മൾ കടയിൽ കൊടുക്കുന്നതിൻ്റെ എന്താ പറയുക, രണ്ടിൽ അല്ലെങ്കിൽ മൂന്നിലൊരു ഭാഗം പോലും ആയിട്ടില്ല. ഓക്കെ, കടയിൽ 4000 3000 ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇത്. അപ്പോൾ ഞാനിത് വെറും 1000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. മാക്സ്ബി എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ. ാണ് നമ്മൾ ഇത് ഡിസ്പ്ലേ നമ്മൾ അഴിച്ചു മാറ്റുന്നത്. അതായത് അതിൻ്റെ ഉള്ളിലൊരു ഗമ്മുണ്ട്. ആ ഗമ്മ് ഉരുകി വന്നാൽ മാത്രമാണ് നമുക്ക് ആ ഡിസ്പ്ലേ നമുക്ക് പുറത്തേക്ക് അഴിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ ഞാനൊന്ന് ഹീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇത് ചൂടാക്കാനായിട്ട് നമുക്ക് ബാർബർ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രൈ ചെയ്യാനായിട്ട് നമ്മൾ മുടിയൊക്കെ ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹീറ്റർ ഉണ്ടല്ലോ, ആ ഹീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ചൂടാക്കാം. അല്ലെങ്കിൽ അയൺ ബോക്സ് ചെറിയ ചൂട് കേട്ടോ, വലിയ ചൂടല്ല, ചെറിയ ചൂടോട് ഈ ഡിസ്പ്ലേയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേ ചൂടാവുന്നതനുസരിച്ചിട്ട് നമുക്ക് പതുക്കെ അഴിച്ചെടുക്കാൻ പറ്റും. അയൺ ബോക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഹീറ്റർ ഉപയോഗിച്ച് തന്നെയാണ് ഞാനിവിടെ ഇത് അഴിക്കുന്നത്. അപ്പോൾ ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ എയറും കൂടെ വരും. അപ്പോൾ നമുക്ക് അധികം ചൂട് നമ്മളുടെ ഈ ഡിസ്പ്ലേക്ക് ബാധിക്കില്ല. ഇപ്പോൾ അയൺ ബോക്സൊക്കെ ആണെങ്കിലും നല്ല ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ ചൂടിലിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ 4 ഭാഗവും നമ്മൾ ഇതുപോലെ ഹീറ്റർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ബ്ലേഡ് നമ്മുടെ കയ്യിൽ കരുതണം. ബ്ലേഡ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും വളരെ കനം കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഷീറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുക. അല്ലെങ്കിൽ നമ്മുടെ നഖം ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കാണിക്കാം ആ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് അഴിച്ചെടുക്കുന്നത്. നിങ്ങളിത് ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ റിമൂവ് ചെയ്യാനായിട്ട്. പശ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഗമ്മുണ്ട്, ആ ഗമ്മ് ഉരുകി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആയി പൊട്ടിയ ഡിസ്പ്ലേ ആണെങ്കിൽ പ്രശ്നമില്ല. അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ പയക്കുന്നതെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ ഗമ്മ് നല്ല രീതിയിൽ ഒഴുകിയതിന് ശേഷം മാത്രം ബ്ലേഡ് വെച്ച് മാത്രം ഇങ്ങനെ ഉള്ളിലിറങ്ങി പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക സിമ്പിളായിട്ട്. അല്ലെങ്കിൽ ബലം കൊടുത്തൊരിക്കലും നിങ്ങൾ ഡിസ്പ്ലേ അഴിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത്.
ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് കവറാണ് നമ്മൾ അഴിച്ചെടുക്കേണ്ടത്. ചില ഫോണിലൊക്കെ ബാക്ക് കവറുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഴിഞ്ഞു വരും. പക്ഷേ എൻ്റെ ഈ ഫോണിൻ്റെ ബാക്ക് കവർ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് ഇതുപോലെ തന്നെ ചൂടാക്കി എടുക്കേണ്ട ഗ്ലാസ്സാണ് വരുന്നത്. ആ ഗ്ലാസ് ഇതുപോലെ നമുക്ക് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഓരോ ഫോണിനനുസരിച്ചിട്ടാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ ഗാർഡിൻ്റെ ഒരു ഇതാണിത്. സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിക്കുമ്പോൾ നമുക്ക് കടയിലൊക്കെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ബ്ലേഡിൻ്റെ പകരം നമുക്ക് തിക്കിയെടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ചൂടാക്കി നമ്മൾ എടുക്കണം. അഥവാ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ആണെങ്കിൽ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് കൈ കൊണ്ട് തന്നെ അമർത്തി കഴിഞ്ഞാൽ പോരുന്നതാണ്. പിന്നെ അതിന് ശേഷം അതിനുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് അത് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നത്. വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. എന്നാലും നിങ്ങൾക്ക് ഓരോ ഭാഗം അഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ സെൻസറിൻ്റെ സ്ട്രിപ്പാണ്. അതാണ് ഞാനിപ്പോൾ മാറ്റി വെച്ചത്. ഇനി നമ്മുടെ ബാറ്ററിയുടെ സ്ട്രിപ്പിൻ്റെ കണക്ഷൻ ഉണ്ട്. അത് ഈ വരുന്ന ചെറിയൊരു സ്ട്രിപ്പാണ്, വെള്ള കളറുള്ളത്. അത് ഇതുപോലെ തന്നെ അഴിച്ച് മാറ്റണം. അതിന് ശേഷം വേണം നമ്മൾ ബാറ്ററി അഴിച്ച് മാറ്റാനായിട്ട്. ബാറ്ററി നമ്മൾ അഴിച്ച് മാറ്റുമ്പോൾ നമ്മൾ മെറ്റൽ ഒബ്ജക്റ്റുകളൊന്നും ഉപയോഗിക്കാതെ വേണം നമ്മൾ ബാറ്ററിയുടെ സൈഡിലെല്ലാം നമ്മൾ ഇതുപോലെ തിക്കി എടുക്കാനായിട്ട്. ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് തിക്കിയിട്ട് വേണം ഈ ബാറ്ററി എടുക്കാനായിട്ട്. ബാറ്ററി ഒന്നുമില്ല, ബാറ്ററി താഴെ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ അതിൻ്റെ ക്യാബിനകത്ത്. അപ്പോൾ ആ പശ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ബാറ്ററി അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മെറ്റൽ ടൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിൽ കൊണ്ടിട്ട് ബാറ്ററി ചിലപ്പോൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെറ്റൽ ടൈപ്പ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പാണ് നമ്മുടെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പിൻ്റെ ആ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട്. ആ കണക്ഷൻ കൂടെ നമുക്ക് ഇതുപോലെ വിടിയിച്ചിടാം. അതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റും.
ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള ഈ പശകൾ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന കവർ ഒട്ടിച്ച് അതുപോലെ ഡിസ്പ്ലേ ഒട്ടിച്ചൊക്കെ വെച്ചിരുന്ന പശയാണിത്. ആ ഗമ്മ് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യണം. നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പുതിയ ഡിസ്പ്ലേ ഇട്ടിട്ട് ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരിക്കില്ല ഈ പശ ഇരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് പഴയ പശ അല്ലെങ്കിൽ ആ ഗമ്മ് നമ്മൾ നന്നായി ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്പ്ലേ പൊന്തിയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ മെയിൻ സാധനം ഡിസ്പ്ലേ. അപ്പോൾ ഡിസ്പ്ലേ നമുക്ക് ചെക്ക് ചെയ്യേണ്ട സമയമാണ് ഇനി. ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രിപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ആ കവറിൻ്റെ ബോഡിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ ആ സ്ട്രിപ്പ് നമ്മൾ ഇടണം. നമ്മൾ എങ്ങനെയാണോ അയച്ചെടുത്തത് പഴയത് അതുപോലെ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളും നമ്മൾ പൊളിച്ച് കളയരുത്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റിക്കറുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ പൊളിച്ച് കളയരുത്. ഇതുപോലെ തന്നെ നമ്മൾ ആ ബോഡിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കിൽ അതിൻ്റെ സ്ട്രിപ്പ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ബാറ്ററി ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സ്ട്രിപ്പ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്വിച്ച് ഓൺ ബട്ടൺ, പവർ ബട്ടൺ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ഈ ഡിസ്പ്ലേ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയൽ പാഡ് എടുത്തിട്ട് എല്ലാ നമ്പറുകളും വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന പോലെ നമ്മൾ ABCD കീപാഡെല്ലാം എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കുക. അതുപോലെ എല്ലായിടത്തും ഇതിൻ്റെ ആ ഒരു ടച്ച് നമ്മൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ എന്തെങ്കിലും പിടുത്തമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മളിത് ഫിക്സ് ചെയ്യുക. ഇതുപോലെ നമ്പറുകളൊക്കെ അടിച്ച് നന്നായിട്ട് ചെക്ക് ചെയ്യണം. ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേക്ക് പ്രശ്നങ്ങളൊന്നും വേറെ ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഡിസ്പ്ലേ വീണ്ടും അഴിച്ചെടുത്ത് മാറ്റുക. അതിന് ശേഷം നമ്മുടെ ഈ കാണുന്ന ഈ ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. B7000 എന്ന് പറഞ്ഞുള്ളൊരു ഗ്ലൂ ഉണ്ട്. അധികം ഗ്ലൂ ഇടരുത്, വളരെ ചെറിയ ലെയറാക്കിയിട്ട് വേണം നമ്മൾ ഗ്ലൂ ഇടാനായിട്ട്. ഗ്ലൂ ഇട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിസ്പ്ലേ നമ്മൾ പഴയ വെച്ചതുപോലെ തന്നെ തിരിച്ച് വെക്കുക. അതിൻ്റെ സ്ട്രിപ്പ് അതുപോലെ കണക്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള സ്ട്രിപ്പുകളും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഴയപടി നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കുക. സ്ക്രൂവും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ബാക്ക് കവർ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ റബ്ബർ ബാൻഡ് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. നീളത്തിൽ ഇട്ട് കൊടുക്കണം. അതുപോലെ ഇതുപോലെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്മൾ റബ്ബർ ബാൻഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച ഗമ്മ് അതിനകത്ത് കറക്റ്റായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ചുരുങ്ങിയതൊരു 4 മണിക്കൂർ മുതൽ ഒരു 5 മണിക്കൂർ വരെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഗ്ലൂ അതിനകത്ത് സെറ്റാവും. അപ്പോൾ എനിക്ക് ആ ഗ്ലൂ ഇടുന്ന വീഡിയോ എനിക്കതിനകത്ത് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. എനിക്കത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. സമയത്ത് ക്യാമറ ഓഫായി പോയതാണോ ഇനി എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ. ബൈ.